ഹായ് ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് ചെന്നൈയിലാണ്. ട്രിവാൻഡ്രത്തല്ല, ചെന്നൈയില്. അപ്പോൾ ചെന്നൈയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഓൾറെഡി 11 മണിയായി. എനിക്കാണെങ്കിൽ ടൈമില്ല, എനിക്ക് 3 മണിക്ക് തിരിച്ചു പോകണം. അപ്പൊ ആ ഒരു ഗ്യാപ്പിനകത്ത് എനിക്ക് ചെയ്യാനുള്ള ലിസ്റ്റ് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. ഈ ലിസ്റ്റ് ഇന്ന് നമ്മൾ ചെയ്ത് തീർക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ കോണ്ടന്റ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഫുഡ് സ്പോട്ടും ഉണ്ട്. ഇതല്ലാതെ എനിക്ക് കുറച്ച് ഷോപ്പിംഗ് പ്ലാൻസും പിന്നെ ചെന്നൈ സ്വീറ്റ്സും വാങ്ങണം. അപ്പൊ ഇതെല്ലാം കൂടി ഇന്ന് ഈ ടൈം ലൈനിനകത്ത് നമുക്ക് തീർക്കാൻ പറ്റുമോ എന്ന് നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോ ആദ്യം തന്നെ ഞാൻ കഴിക്കാൻ പോകുന്നത് ഇവരുടെ ബൺ ബട്ടർ ജാം ആൻഡ് ടീ ആണ്. അപ്പൊ അതിനായി ഞാൻ എത്തിയിരിക്കുന്നത് ബുഹാരി ഹോട്ടലിന്റെ ഫ്രണ്ടിലാണ്. അവിടെ പോയിട്ട് ഈ ബൺ ബട്ടർ ജാം ഒക്കെ നല്ലതാണോ എന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ ലിസ്റ്റിലുള്ള ബൺ ബട്ടർ ജാം കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ നല്ല ബിരിയാണിയുടെ മണം ഉണ്ടായിരുന്നു. അത് കാരണം ഞാൻ ഒരു മട്ടൺ ബിരിയാണി ഓർഡർ ചെയ്തു. അപ്പോൾ മട്ടൺ ബിരിയാണി ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കുമാണ് അവരുടെ മട്ടൺ സൂപ്പ് ഭയങ്കര പോപ്പുലർ ആണെന്ന് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അത് ഓർഡർ ചെയ്തു. നമ്മുടെ ലിസ്റ്റ് എന്താവും എന്ന് എനിക്കറിയില്ല. എനിവേസ് നമ്മുടെ ലിസ്റ്റിനകത്തൊരു ബിരിയാണി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഈ മട്ടൺ ബിരിയാണി വെച്ച് തന്നെ ക്യാൻസൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഒട്ടും ടൈമില്ല. നമുക്ക് 3 മണിക്ക് മുന്നേ ഇതെല്ലാം കഴിച്ചു തീർക്കണം. ഇപ്പോൾ ടൈം 11:30 ആയിരിക്കുകയാണ്. നമുക്ക് ഇനിയും കുറെ ഐറ്റംസ് നമ്മുടെ ലിസ്റ്റിൽ കവർ ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി നമ്മൾ വന്ന മെയിൻ സംഭവം നമുക്ക് ട്രൈ ചെയ്യാം. ഇതാണ് ചെന്നൈ സ്പെഷ്യൽ ബൺ ബട്ടർ ജാം. നിങ്ങൾ ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനും ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. ഇത് ബേസിക്കലി ബണ്ണിനകത്ത് ബട്ടർ ബണ്ണിനകത്തുള്ള ക്രീം പോലത്തെ ക്രീമും ജാമുമാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതിൻ്റെ കൂടെ ഏറ്റവും വലിയ കോമ്പിനേഷൻ ഈ ചായ ആണെന്നാണ് പറയുന്നത്. അതിനെപ്പറ്റി എനിക്കറിയില്ല. ട്രൈ ചെയ്ത് നോക്കാം. ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ഈ ബൺ ശരിക്കും ഒരു കേക്കിന്റെ ഒരു കൺസിസ്റ്റൻസിയിലുള്ള ബണ്ണാണ്. അതുകൊണ്ട് തന്നെ കഴിക്കാൻ നല്ല രസമാണ്. നമുക്ക് ഇനി ടീ കൂടി ട്രൈ ചെയ്യാം. എന്തോ ഇട്ടിട്ടുണ്ട്, ഏലക്കയാണോ എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അപ്പൊ ആ ഒരു ഫ്ലേവർ ഈ ബന്നിന്റെ കൂടെ നന്നായി പോകുന്നുണ്ട്. സാധാരണ നമ്മൾ ഈ ഒരു മധുരം കഴിച്ചിട്ട് ഇങ്ങനെ ചായ കുടിക്കുമ്പോൾ ഈ മധുരം ഭയങ്കര ക്യാൻസൽ ഔട്ട് ആവുന്ന പോലെ തോന്നും. പക്ഷെ ഇതിൽ ആ ഒരു ഫീലിംഗ് തോന്നുന്നില്ല. ഇത് രണ്ടും ഒരുമിച്ച് നന്നായി പോകുന്നുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് വന്നാൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ബൺ ബട്ടർ ജാം ഒരു സൈഡിലോട്ട് ആക്കിയിട്ട് അടുത്ത ഐറ്റം അറ്റാക്ക് ചെയ്യാൻ പോവാണ്. അടുത്ത് നമ്മുടെ ഫ്രണ്ടിലുള്ളത് നമ്മളൊരു ചെന്നൈ സ്റ്റൈൽ മട്ടൺ ബിരിയാണിയാണ്. പിന്നെ ഇതല്ലാതെ ഇവിടുത്തെ ബിരിയാണിക്ക് വേറെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അത് ഞാൻ ഒന്നുകൂടി ഒന്ന് അന്വേഷിക്കാം. പക്ഷെ ഇത് ഇപ്പൊ നമുക്കൊരു ചെന്നൈ സ്റ്റൈൽ മട്ടൺ ബിരിയാണി ആയി കണ്ടു തന്നെ കഴിച്ചു നോക്കാം. നമ്മൾ പൊതുവെ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി കഴിക്കുമ്പം കിട്ടുന്നൊരു റൈസ് ഇതാണ്. ഇതല്ലാതെ ജീരക ചെമ്പ റൈസും കിട്ടുന്ന സ്പോട്ടുകളുണ്ട്. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ആ ജീരക ചെമ്പ റൈസാണ്. അത് കുറച്ചുകൂടി ഇങ്ങനെ കുഞ്ഞരി ആയതുകൊണ്ട് എനിക്ക് അതിനോടൊരു പ്രത്യേക ഇഷ്ടം കൂടുതലുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് റൈസും അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു പീസുമാണ് എടുത്തിട്ടുള്ളത്. ആ മട്ടൺ പീസ് തന്നെ നല്ല വെന്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനോട് സൈഡായിട്ട് വരുന്നത് ഒരു റൈത്ത. പിന്നെ നമ്മുടെ തമിഴ്നാട് ബിരിയാണിയുടെ എപ്പോഴും സൈഡായിട്ട് വരുന്ന മറ്റേ വഴുതനങ്ങ കറി. എന്താ അതിന് പറയുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അതല്ലാതെ ഇവിടെ അവർ സ്പെഷ്യൽ ആയിട്ടൊരു പായസം തന്നിട്ടുണ്ട്. പീസ് ടെൻഡർ ആണോ എന്ന് ചോദിച്ചാൽ അത്ര ടെൻഡർ അല്ല, എങ്കിലും നന്നായിട്ട് വെന്തിട്ടുണ്ട്. കൊള്ളാം, അടിപൊളി. ഓസം എന്നൊന്നും പറയാനില്ല, ഒരു നല്ല ബിരിയാണി. ഓക്കെ, അപ്പൊ നമ്മുടെ ലിസ്റ്റ് ചെയ്ത് നമ്മളിപ്പോ 2 ഐറ്റം വെട്ടാൻ പോവാണ്. പിന്നെ നമ്മുടെ OG ബൺ ബട്ടർ ജാം. ഇവിടുത്തെ ബിരിയാണിയെ പറ്റി പറയുകയാണെങ്കിൽ അത് ഓക്കെ ആണ്. ഞാൻ മസ്റ്റ് ട്രൈ എന്നൊന്നും പറയില്ല. നിങ്ങൾ വരികയാണെങ്കിൽ വേണമെങ്കിൽ കഴിച്ചു നോക്കൂ, ഇല്ലെങ്കിൽ വേണ്ട. പക്ഷെ ഈ ബൺ ബട്ടർ ജാമും ആ ടീയും ആയിട്ടുള്ള കോമ്പിനേഷൻ അത് നിങ്ങൾ എന്തായാലും ചെന്നൈയിൽ വന്നാൽ ട്രൈ ചെയ്തിട്ടേ ഇവിടുന്ന് പോവാവും. മസ്റ്റ് ട്രൈ ആയിട്ട്. അപ്പൊ നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോവാം.
അപ്പോൾ ബുഹാരിയുടെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ നമ്മുടെ മെട്രോ സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ ബുഹാരിയിൽ നമുക്ക് ടോട്ടൽ ബില്ലായിരിക്കുന്നത് 556 റുപ്പീസ് ആണ്. അതിൽ ബൺ ബട്ടർ ജാമിന് വേറെ 50 രൂപയുള്ളൂ. അത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ മെട്രോയിൽ കയറി നമ്മുടെ അടുത്ത സ്പോട്ടിലോട്ട് പോകാൻ പോവാണ്. ഇത് എവിടെയാണെന്നൊക്കെ സർപ്രൈസ് ആണ്, നമുക്ക് കാണാം. വാ വാ പെട്ടെന്ന്. ചെന്നൈയിൽ ശരിക്കും ഭയങ്കര ചൂടാണ്. ട്രിവാൻഡ്രത്തിനേക്കാളും നല്ല ചൂടുള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ആ ചൂടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു വഴി കൂടാണ് ഈ മെട്രോ. ഇതിൻ്റെ അകത്ത് ഫുൾ AC ആണ്. അതുകൊണ്ട് അതൊരു പ്ലസ് പോയിന്റ് ആണ് മെട്രോ എടുക്കുന്നത്. അപ്പൊ നമ്മൾ നടന്ന് നമ്മുടെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്, ബോംബെ ലസ്സി. കൊണ്ട് ഇപ്പൊ തന്നെ ഞാൻ ഒരു പരുവമായി, എങ്കിലും നമുക്ക് ഈ ലസ്സി കുടിച്ച് റിഫ്രഷ് ആവാം. അപ്പൊ ഈ തിരക്കിനിടയ്ക്കുന്ന എങ്ങനെയൊക്കെയോ അവരുടെ സ്പെഷ്യൽ ലസ്സി ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ സ്പെഷ്യൽ ലസ്സി നോർമൽ ലസ്സി തമ്മിലുള്ള ഡിഫറൻസ്, ഇതിൽ എന്തൊക്കെയോ എക്സ്ട്രാ സാധനങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല. അപ്പൊ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. നല്ല സ്വീറ്റ് ആണ്, നല്ല റിഫ്രഷിംഗ് ആണ്. ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾ ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. പിന്നെ ക്യാഷ് എടുക്കാൻ മറക്കരുത്, ഞാൻ മറന്നുപോയി. പിന്നെ ലാസ്റ്റ് ആ ചേട്ടൻ്റെ അടുത്ത് എങ്ങനെയൊക്കെയോ പറഞ്ഞാണ് ഗൂഗിൾ പേ ചെയ്യാൻ സമ്മതിച്ചത്. അപ്പോൾ ക്യാഷ് എടുക്കുക. അപ്പോൾ ഇവിടെ ഈ ലസ്സി മാത്രമല്ല, ഒരുപാട് നോർത്ത് ഇന്ത്യൻ സ്നാക്സ് അവൈലബിൾ ആണ്. സമോസ, ജലേബി വിത്ത് റബ്ഡി, അതൊക്കെ ഇവിടെ കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ട്രൈ ചെയ്യാം. എന്റെ വേറെ സ്ഥലമില്ല, ഞാൻ ഈ ലസ്സി മാത്രമേ കുടിക്കുന്നുള്ളൂ. പക്ഷെ ലസ്സി ടോട്ടലി വർത്തിട്ടാണ്. എന്തായാലും വന്ന് കുടിച്ചു പോകും. അപ്പൊ ലസ്സി കുടിച്ചിറങ്ങിയപ്പോ സമയം 12:45. ഇത് എന്തൊക്കെ നടക്കും എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. ദം കെ റോസ്റ്റ്. കട ഉണ്ടെങ്കിൽ അതും കഴിക്കാം. നമ്മൾ നേരത്തെ പോയ ബോംബെ ലസ്സിന്ന് വേറെ 600 മീറ്ററേ ഉള്ളൂ ഈ ഭാഷ ഹൽവ വാലയിലേക്ക്. പക്ഷെ ഈ 600 മീറ്റർ നടക്കുക എന്ന് പറയുന്ന ഒരു ടാസ്ക് തന്നെയാണ്. നേരത്തെ ഇരുന്നതിനേക്കാളും ഞാനൊരു പരിവായിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ OG ഹൽവ കഴിക്കാം. അപ്പോ ഫൈനലി ആഫ്റ്റർ ഓൾ ദിസ് എഫേർട്ട് എന്ന് വെച്ചാൽ കുറെ കഷ്ടപ്പെട്ടിട്ടാണ് അത് അവിടെ നിന്ന് ഇതുവരെ നടന്നെത്തിയത്. അപ്പോൾ നമുക്ക് നമ്മുടെ ദംക റോസ്റ്റ് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഹൽവ. ആൻഡ് ഇതിന്റെ പ്രത്യേകത എന്ന് തന്നെ പറയുന്നത് ഇതിന്റെ മുകളിലുള്ള ഈ ബേൺഡ് ലെയർ ആണ്. ഈ ലെയറിന് വേണ്ടിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അടി നടക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ബേൺഡ് അല്ലാത്ത താഴെയുള്ള പോർഷൻ കഴിച്ചു നോക്കാം. നല്ല സ്വീറ്റ് ആണ്, നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. അവിടുന്ന് ഇതുവരെ നടന്നത് വെറുതെ ആയിട്ടില്ല. അപ്പൊ ഇനി ആ മേളിലുള്ള ബേൺഡ് ലെയർ നമുക്ക് എടുത്ത് കഴിച്ചു നോക്കാം. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. എനിക്കത് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്നില്ല. പക്ഷെ ആ മുകളിലത്തെ ആ ലെയറിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഈ താഴത്തെ ഹൽവ എനിക്കറിയില്ല നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന്. എനിക്ക് ഈ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് തവിയിൽ കോരി വെച്ചിട്ട് ആ തവിയിൽ കുറച്ച് കഴിയുമ്പോൾ ഇത് നല്ല സ്റ്റിക്കി ആയിട്ട് പറ്റിപ്പിടിച്ചിരിക്കുന്ന കറി എടുത്ത് കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പം എന്നെ പോലെ അത് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ മുകളിലത്തെ ബേൺഡ് പോർഷൻ ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇത് ഏകദേശം അതുപോലെ തന്നെ ഉണ്ട്. നല്ല
ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റിയാണ്. ഇത് നിങ്ങൾ എന്തായാലും ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ആണോ? സിൻസ് 1974 ആണോ? അപ്പൊ ഭാഷ ഹൽവ കടയിൽ നിന്ന് നമ്മൾ അവിടെ നേരെ ഇറങ്ങി. ഇനി അടുത്ത ഷോപ്പിങ്ങിന് വേണ്ടി ഇവിടെ പാരിസ് സ്ട്രീറ്റിൽ പോകാനിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ചുമ്മാ വരുന്ന വഴിക്കാണ് ഈ മുറുക്ക് കട കണ്ടത്. ഇതിന്റെ പേര് കോവിൽപ്പട്ടി മുറുക്ക് കട എന്നാണ്. ഇവിടെ ഒരുപാട് വെറൈറ്റി മുറുക്കൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടതുകൊണ്ട് ഇവരുടെ സ്പെഷ്യൽ തേങ്ങാപ്പാൽ മുറുക്ക് കൂടി വീട്ടിലത്തേക്ക് ഒന്ന് വാങ്ങിയിട്ട് പോകാമെന്ന് ഞാൻ വിചാരിച്ചു. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം. ഞാൻ ട്രൈ ചെയ്തൊന്നും നോക്കുന്നില്ല, എന്തായാലും വാങ്ങുകയാണ്. അപ്പൊ ഈ ഷോപ്പ് 1974 തുടങ്ങിയതാണെന്നാണ് പറയുന്നത്. ഇവർക്ക് ഓൾറെഡി 35 കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടെന്ന്. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. എന്തായാലും ഞാൻ അവിടുന്ന് കുറച്ച് മുറുക്ക് വാങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഷോപ്പിംഗ് പോകാൻ പറ്റുമോ നോക്കാം, പോവാം. അപ്പോ മുറുക്കൊക്കെ വാങ്ങി ഞാൻ ഓട്ടോയിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ മറ്റേ പാരീസ് ഷോപ്പിംഗ് സ്ട്രീറ്റോ അങ്ങനെ ഒരു സ്ട്രീറ്റ് ഇവിടെ ഉണ്ട്. അത് ഷോപ്പിംഗ് നൈസാണ്. ഞാൻ മൊത്തം വേർത്ത് കുളിച്ചിരിക്കൊണ്ട് എങ്കിലും ഷോപ്പിംഗ് മുഖ്യം. അപ്പൊ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവിടെ എത്തിയിരുന്നു. അപ്പൊ വീട്ടിലത്തേക്ക് ചെന്നൈ സ്വീറ്റ്സ് വാങ്ങി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുവേണ്ടി ഞാൻ A to B വന്നത്. അവിടുന്ന് ഞാൻ മിക്സ് ചെയ്ത് എല്ലാ സ്വീറ്റ്സും കൂടി അങ്ങനെ ഒരു പെട്ടിക്കകത്താക്കി വാങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ആവശ്യാനുസരണം ഇവിടുന്നോ വേറെ എവിടുന്ന് വേണമെങ്കിലും വാങ്ങാം. ഞാൻ പിന്നെ പെട്ടെന്ന് ടൈം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് കയറി ഒരു സ്ഥലത്തുനിന്നൊക്കെ വാങ്ങിയതേ ഉള്ളൂ. ടേസ്റ്റ് എങ്ങനെയാണെന്ന് എനിക്ക് പിന്നെ അറിയില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ലിസ്റ്റിനകത്ത് ഓരോ ഐറ്റമായി ക്രോസ് ചെയ്ത് ഇനി അവസാനമായിട്ടുള്ളത് നല്ലി ദോശയും ഷോപ്പിങ്ങും മാത്രമാണ്. ഈ നല്ലി ദോശ ഇന്ന് എന്തായാലും നടക്കുമെന്ന് തോന്നുന്നില്ല. അത് ഈവനിങ് ആണ് ഓപ്പൺ ആവുന്നതെന്നാണ് എനിക്ക് ഇപ്പൊ കിട്ടിയ അറിവ്. അതുകൊണ്ട് അതെന്തായാലും നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. കാര്യം എനിക്ക് 3 മണിക്ക് തിരിച്ചു പോകണം. ഇപ്പൊ ഓൾറെഡി 1:45 അപ്പൊ ഞാൻ ഷോപ്പിങ്ങിന് വേണ്ടി ഇവിടെ പാരിസ് സ്ട്രീറ്റിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ എല്ലാം നല്ല ചീപ്പായിട്ട് കിട്ടുമെന്നാണ് കേൾക്കുന്നത്. ആൻഡ് ഇവിടെ തന്നെ ഉള്ളൊരു ഫേമസ് ആയിട്ടുള്ളൊരു ജ്യൂസ് കടയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നല്ല അവക്കാഡോ ജ്യൂസ് കിട്ടുമെന്ന് കേട്ടു. അതുകൊണ്ട് അത് കൂടി നമുക്കൊന്ന് കുടിച്ചു നോക്കാം. ഇപ്പൊ എന്റെ കയ്യിലുള്ളത് അവരുടെ അവക്കാഡോ ഷേക്ക് ആണ്. ഇത് നല്ല തിക്കായിട്ടുണ്ട്. പിന്നെ നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് ഈ ചൂടത്ത് നമ്മൾ ഇത്രയും ദൂരം നടന്നിട്ടൊക്കെ വന്ന് കുടിക്കാൻ നല്ല രസമുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ എങ്ങനെ വരികയാണെങ്കിൽ എന്തായാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ഗോൾഡൻ ജ്യൂസ് കോർണർ. ഇത് NSC ബോസ് റോഡാണ്, പാരിസ് സ്ട്രീറ്റില് ആണ് പാരിസ് സ്ട്രീറ്റ്. ഇത് നമ്മുടെ അവിടുത്തെ ചാല മാർക്കറ്റ് പോലെ കാണുന്നതാണ് എനിക്ക് കണ്ടിട്ട് മനസ്സിലായത്. ഒരുപാട് കടകളുണ്ട്. സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫ്രൂട്ട് കട എല്ലാം ഉണ്ട്. പിന്നെ നടക്കുമ്പോൾ ശ്രദ്ധിച്ച് നടക്കണം, വണ്ടിയൊക്കെ ഇടിക്കാൻ പോകും. പിന്നെ ഇവിടെ എല്ലാം കിട്ടും. ഞാൻ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചത് ഈ ഫാൻസി സാധനങ്ങളാണ്. കമ്മലും മാലയും ഒക്കെ ഇവിടെ കിട്ടും. നീലം ഫാൻസി എന്ന പേരുള്ള ഫാൻസി എന്നാണ് വാങ്ങിയത്. ഇവിടെ നല്ല കുറെ ഇയറിങ്സ് ഒക്കെ എനിക്ക് ഇഷ്ടമായി ഇവിടത്തെ. പൊതുവെ ഇയറിങ്സ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ക്രേസ് ആണ്. അതുകൊണ്ട് ഞാൻ എവിടെ വെറൈറ്റി ഇയറിങ്സ് ഉണ്ടാലും അപ്പൊ വാങ്ങും. നിറയെ വളയൊക്കെ ഉള്ള സ്ഥലത്ത് അങ്ങനെ ഫൈനലി എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല റെയിൻ ഡ്രോപ്പ് ബാംഗിൾസ് ഒക്കെ കിട്ടും എന്നാണ് കേട്ടത്. നോക്കാം. ബ്ലൗസിന്റെ ഒക്കെ ബാക്കിൽ തൂക്കിയിടുന്ന കുഞ്ചലങ്ങളുടെ ഒരു കളക്ഷനാണിത്. അപ്പം അങ്ങനെ നമ്മൾ പാരിസ് സ്ട്രീറ്റിൽ കറങ്ങിത്തിരിഞ്ഞ് എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ള സ്ഥലത്ത് എത്തിയിരിക്കുന്നു. ഞാനാണെങ്കിൽ വള വാങ്ങണം എന്ന് ഞാൻ വള വാങ്ങാനാണ് മെയിനായിട്ട് ഇവിടെ തപ്പി വന്നത്. ഈ റെയിൻ ഡ്രോപ്പ് ബാംഗിൾസ് ആയിരുന്നു എനിക്ക് വേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഈ കുപ്പി വള കൂടി വാങ്ങി. ഇതൊരു ഫുൾ സെറ്റ് 300 രൂപയാണ്. ഇവിടെ റെയിൻ ഡ്രോപ്പ് ബാംഗിൾസ് ആണെങ്കിൽ 100 രൂപയാണ് ഒരു ഡസന് വരുന്നത്. അപ്പോൾ പക്ഷെ പുറത്തൊക്കെ ഇതിനേക്കാളും വില കൂടുതലാണ്. ഇതൊരു ഹോൾസെയിൽ ഷോപ്പാണ്. അപ്പോൾ ഷോപ്പിങ്ങും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിനകത്ത് ഇനി ആ നല്ലി ദോശ മാത്രമേ ഉള്ളൂ. പക്ഷെ അത് എന്തായാലും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ നമ്മളുടെ ലിസ്റ്റിലുള്ള ഒരുവിധപ്പെട്ട എല്ലാ സംഭവങ്ങളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഓൺ ടൈം. അപ്പോൾ ഇവിടുന്ന് വളയും ഫാൻസി സാധനങ്ങളും മാത്രമല്ല
ബാഗും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങാം. പിന്നെ ക്വാളിറ്റിയെ പറ്റി എനിക്കറിയില്ല, പക്ഷെ പ്രൈസസ് ഒക്കെ നല്ല ചീപ്പാണ്. എങ്കിലും ഫാൻസി സാധനങ്ങൾ വാങ്ങുന്നതിൽ തെറ്റില്ല, നമുക്ക് നല്ല വില കുറവിൽ നല്ല വെറൈറ്റി സംഭവങ്ങൾ കിട്ടും. അപ്പൊ ഇനി നേരെ മെട്രോയിലേക്ക്. അപ്പൊ നമ്മുടെ ലിസ്റ്റ് ചെയ്യുന്ന ഷോപ്പിങ്ങും വെട്ടുന്നു. നമ്മുടെ ലിസ്റ്റ് ഏകദേശം കഴിഞ്ഞു. ഒരു ഐറ്റം അത് കഴിഞ്ഞതുപോലെ നമുക്ക് ഭാവിക്കാം. ഓക്കെ, അപ്പം ഇന്നത്തെ അഡ്വഞ്ചർ ഒരു സക്സസ് തന്നെയായിരുന്നു. നിങ്ങൾ ഇവിടെ വന്നാൽ ഞാൻ ട്രൈ ചെയ്തതിൽ ഞാൻ മസ്റ്റ് ട്രൈ എന്ന് പറയുന്നത് ആ ബൺ ബട്ടർ ജാം, പിന്നെ ആ ബോംബെ ലസ്സി, അതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ മറ്റേ ഹൽവ ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ പേരെന്താ, ദംകാ റോസ്റ്റ്, അതും നല്ലതായിരുന്നു. അപ്പോൾ ഇത് മൂന്നും എന്തായാലും നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ ട്രൈ ചെയ്യാം. പിന്നെ എനിക്ക് പറയാനുള്ളത്, വന്നു കഴിഞ്ഞാൽ ഒരിക്കലും സൺസ്ക്രീൻ മറക്കരുത്. ഭയങ്കര വെയിലാണ് ഇവിടെ, അതില്ലാതെ പുറത്തിറങ്ങാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, ചെന്നൈയിൽ വരികയാണെങ്കിൽ മാക്സിമം ഓട്ടോയിൽ കയറാതിരിക്കുക. ടോട്ടൽ സ്കാമാണ്. നമ്മൾ റാപ്പിഡോയിലോ ഊബറിലോ എന്തിൽ ബുക്ക് ചെയ്താലും അവർ നമ്മുടെ നിന്ന് എക്സ്ട്രാ റുപ്പീസ് ചാർജ് ചെയ്യും. അതുകൊണ്ട് മാക്സിമം മെട്രോയിൽ തന്നെ ട്രാവൽ ചെയ്യാൻ നോക്കുക, പറ്റുന്ന അത്രയും. അപ്പോൾ ശരി, വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമ്മുടെ മെട്രോ എത്തിയിരിക്കുകയാണ്. Until next time, ta-ta!